ഹയർ സെക്കൻഡറി ജീവിതമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പഠനത്തിനോടൊപ്പം എന്നതിനെ മാറി ജീവിതത്തിനോടൊപ്പം കലയെ കൂട്ടിയത്. അല്ലെങ്കിൽ ജീവിതം ഒരു എല്ലാവരും ഒരു ഹയർ സെക്കൻഡറി ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പോകുമ്പം എൻ്റെ മുന്നിൽ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ആകെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഞാനൊരു ആക്ടർ ആവണം, എനിക്ക് നല്ലൊരു നടനാകണം, അല്ലെങ്കിൽ കലയിൽ ജീവിക്കണം, കലാകാരനാകണം എന്നുള്ളത് തന്നെയായിരുന്നു. സിനിമയല്ല, നാടകം. ഒരു ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിയാറൊക്കെ ആകുമ്പം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ പ്രതിസന്ധികളൊക്കെ വളരെയധികം മോശം പ്രതിസന്ധികളാണ്. പക്ഷെ അതിൽ സന്തോഷം കൊണ്ടൊരാളാണ്. അതായത് അച്ഛനും അമ്മയൊക്കെ ഡെയിലി ജോലിക്ക് പോയി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അന്നു കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ഉള്ള വരുമാനത്തിൽ അതിൽ സന്തോഷം കണ്ടെത്തി എന്നുള്ളതാണ് സത്യം. കൊച്ചിലെ തന്നെ കലാകാരനായതുകൊണ്ട് തന്നെ നാട്ടിലും അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇടയിലും അധ്യാപകരുടെ ഇടയിലൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു മര്യാദയും ഒരു സ്നേഹവും ഒക്കെ ഒരു സ്പെഷ്യൽ പരിഗണന ഉണ്ടായിരുന്നു. പഠിക്കാൻ വളരെയധികം ഭയങ്കര ഒരു ടാലൻറ്റഡ് അല്ലെങ്കിലും ഈ കലാപരമായ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ കഷ്ടിച്ച് എങ്ങനെയെങ്കിലൊക്കെ എല്ലാ വിഷയങ്ങളൊക്കെ ജയിച്ചു പോകും. പിന്നെ എല്ലാ വർഷവും കലോത്സവങ്ങൾ, സ്കൂൾ കലോത്സവങ്ങൾ മാത്രം, സ്കൂൾ പഠനകാലത്ത് കലോത്സവങ്ങൾ മാത്രമാണ് എല്ലായ്പ്പോഴും ഓർമ്മയിലുള്ളത്. കലാപ്രതിഭ ആകാൻ വേണ്ടിയിട്ട് അറിഞ്ഞൂടാത്ത ഐറ്റം പോലും പോയി നമ്മൾ പ്രകടനം നടത്തും. ഇപ്പൊ ശാസ്ത്രീയ സംഗീതമാണെങ്കിൽ അതും കലാപ്രതിഭ ആവണം. കാരണം 6 ഐറ്റത്തിന് പ്രൈസ് അടിച്ചാലേ കലാപ്രതിഭ ആവാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കലയ്ക്ക് വേണ്ടി പിന്നെ ഒത്തിരി തവണ ഒത്തിരി എൻ്റെ വേറെ ആരും ഇല്ലെന്നാണ് സത്യം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പാർവതി പ്രകാശ് എന്നുള്ളത്. പുള്ളിക്കാരിയാണ് കലാതിലകം, ഞാൻ കലാപ്രതിഭ. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്, മാറി മാറി വരും. പിന്നെ അന്ന് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. എനിക്കൊപ്പം നാടകങ്ങൾ ചെയ്ത ഒരുപാട് സുഹൃത്തുക്കൾ. എല്ലാവരും ഇപ്പം ഇല്ല, പല ആൾക്കാരും പല മേഖലയിൽ തിരിഞ്ഞു പോയി. കുറച്ച് ആൾക്കാർ ഇപ്പോഴും നാടകത്തിൽ തന്നെ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. +2 വരെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള ജോലികൾക്ക് പോകുമായിരുന്നു പണ്ട് മുതലേ. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. നാട്ടിലെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ വെക്കേഷൻ സമയത്ത് പലതരത്തിലുള്ള ജോലികൾക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിതം സർവൈവ് ചെയ്ത് പോകുന്നൊരു ടൈപ്പായിരുന്നു. പിന്നെ നമുക്ക് ഇന്നത് വേണം എന്നുള്ള വാശിക്ക് പുറകെ യാത്ര ചെയ്യുന്നൊരു ആളൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു ഷർട്ട് ആഗ്രഹിച്ചാൽ ആ ഷർട്ട് അപ്പം കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു സൈക്കിൾ ആഗ്രഹിച്ചാൽ ആ സൈക്കിൾ കിട്ടണമെന്ന് ആ സമയത്തൊന്നും അല്ല എൻ്റെ ലൈഫിലേക്ക് എനിക്ക് ഒന്നും വന്നു ചേർന്നത്. പിന്നെ മുഴുവൻ സമയവും ഈ പറഞ്ഞ കലാപരമായ കാര്യങ്ങൾ നിൽക്കുന്നതും ഉള്ളതുകൊണ്ട് തന്നെ ഹാപ്പി ആയിരുന്നു ഞാൻ, വലിയ സന്തോഷം തന്നെയായിരുന്നു. +2 എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ആക്ടിങ്ങിനെ കണ്ട് നമ്മൾ ഇറങ്ങിയത്. തിരുവനന്തപുരത്ത് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലം കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരനാവുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായതാണ്. എൻ്റെ ഒരു സ്കൂൾ ജീവിതം കഴിഞ്ഞതോടുകൂടി ഞാൻ തിരുവനന്തപുരത്തെ കലാകാരനായി. അതുവരെ ഞാൻ അരുവിക്കരയിലുള്ള ഒരു കലാകാരനാണെങ്കിൽ അവിടുന്ന് മാറി ഒരു ജില്ലയെ പ്രതിനിധീകരിച്ചുള്ള ഒരാളായി മാറി. കാര്യം തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ നാടകം കളിക്കാത്ത സ്ഥലങ്ങളില്ല, തിരുവനാടകങ്ങൾ കളിക്കാത്ത ഏരിയകളില്ല. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ക്ലബ്ബുകളുടെ ആണെങ്കിലും ഉത്സവപ്പറമ്പുകളിലൊക്കെ വളരെ സജീവമായിട്ട് എൻ്റെ മുന്നിൽ നിന്നൊരാളാണ്. ഞാൻ എടുത്തിട്ടുള്ള ജോലികൾ കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടും. അല്ല, ഒന്നുമില്ല. പോസ്റ്റ് ഓഫീസിൽ ED ക്ലർക്കായിരുന്നു ഞാൻ കുറേ നാൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഓഫീസിൽ ED ക്ലർക്കായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു സ്വന്തമായിട്ടൊരു മിമിക്സ് ട്രൂപ്പ് എനിക്കുണ്ടായിരുന്നു. തിരുവനന്തപുരം കൊമേഡിയൻസ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ ട്രൂപ്പ് ഉണ്ടായിരുന്നു. നാട്ടിലായിരുന്നു, അത് തിരുവനന്തപുരത്ത് അരുവിക്കരയായിരുന്നു. പിന്നെ കുറേ നാൾ ഈ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ കുട്ടികളെ മൈമും നാടകവും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് കുറേ നാൾ ജോലി ചെയ്തു. ഇതിനിടയിലെല്ലാം എൻ്റെ പെർഫോമൻസും ഉണ്ട്, പാരലൽ ഇതും ഉണ്ട്. ജഡ്ജ്മെൻറ്റിന് പോകുമായിരുന്നായിരുന്നു. പിന്നെ റെയിൽവേയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെയിൽവേ IRCTCയിൽ കുറേ നാൾ അങ്ങനെ കുറച്ച് ജോലികൾ ചെയ്തു. ഇതെല്ലാം ഇപ്പോഴും എല്ലാ ജോലികളും ഈ കല കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വളർന്നത് കൊണ്ടായിരിക്കണം ഞാൻ അത്തരത്തിലുള്ള ജോലികൾക്ക് അന്ന് പോയത്. കാരണം എൻ്റെ നാട്ടിലുള്ളൊരു വലിയൊരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലുള്ളല്ല, ഞാൻ ഇടപെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാവരും, നമ്മൾ ഒരു കുടുംബം ആകുമ്പം ഒരു പ്രായം കഴിഞ്ഞ ആണുങ്ങൾക്കാണ് ആ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും. നീ എന്താണോ പഠിച്ചോ, നിൻ്റെ അംബീഷൻ എന്താണോ പൊയ്ക്കോ, നിൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, പക്ഷേ നമ്മുടെ കുടുംബം നീ നോക്കണം. ഫാമിലി എന്നുള്ള സംഭവം, അച്ഛൻ, അമ്മ, പെങ്ങൾ, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ അത് നമ്മളെ കയ്യിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ കല എൻ്റെ ആഗ്രഹമാണ്, കലാകാരനാവുക എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ജീവിതം സർവൈവൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് എല്ലാ തരത്തിലുള്ള ജോലികൾക്കും പോയി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ വീട്ടിൽ കൊടുക്കുകയും അച്ഛനും അമ്മയും നല്ലതുപോലെ നോക്കുകയും
എൻ്റെ ആഗ്രഹങ്ങൾക്ക് പുറകെ ഞാൻ യാത്ര ചെയ്യുകയും ചെയ്തത്. ഇപ്പം പറഞ്ഞല്ലോ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്, നാടകം ചെയ്തിട്ടുണ്ട്, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അവിടുന്ന് സിനിമയിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് എവിടെ നിന്നായിരുന്നു? സിനിമയിലേക്കുള്ള ടേണിംഗ് പോയിന്റ് കാലടിയിൽ എത്തുമ്പോഴാണ്. കാവാലൻ സാറിൻ്റെ കൂടെ അദ്ദേഹത്തിനൊപ്പം 2-3 നാടകങ്ങൾ എനിക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. സോപാനത്തിൽ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ അജിത് കണ്ണൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദറാണ്. ഞങ്ങൾ ഒരുമിച്ച് നാടകങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫൈനൽ പ്രൊഡക്ഷൻ നാടകത്തിൽ അഭിനയിക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ അത് ഗസ്റ്റായിട്ടാണ് വിളിച്ചത്. ആ നാടകം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ആ നാടകത്തിൻ്റെ പേര് സൈക്ലിസ്റ്റ് എന്നായിരുന്നു. സൈക്ലിസ്റ്റ് നാടകം ഒരുപക്ഷെ എൻ്റെ ജീവിതവുമായിട്ട് ഭയങ്കര കോർത്തിണക്കുന്നൊരു നാടകമായിരിക്കും. കാര്യം സൈക്ലിസ്റ്റ് തൻ്റെ ബൈസൈക്കിളിൽ ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ഓൾമോസ്റ്റ് എൻ്റെതും ജീവിതവും അങ്ങനെ തന്നെയാണ്. ഞാൻ വളരെ കുഞ്ഞിലെ ഈ അഭിനയമൊന്നും പറഞ്ഞിറങ്ങി, അല്ലെങ്കിൽ കലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ചെയ്യാത്ത യാത്രകളില്ല, പോവാത്ത ഇടങ്ങളില്ല. അപ്പം കറങ്ങി തിരിഞ്ഞ് എത്തുന്നിടത്ത് വീണ്ടും എവിടെ പോയാലും കറങ്ങി ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കൊണ്ടേയിരുന്നു. ആദ്യം തന്നെ സൈക്ലിസ്റ്റ് എന്ന് പറയുന്ന നാടകം കാലടി യൂണിവേഴ്സിറ്റിയിൽ ചെയ്തു. അത് വലിയ രീതിയിലുള്ള സംസാരമായി. അത് സംസാരമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാടകത്തിന് നല്ല രീതിക്കുള്ള റീച്ച് കിട്ടി. അധ്യാപകർക്കിടയിൽ നല്ലൊരു ടോക്ക് വന്നു. അതിനുശേഷം അക്കാഡമിയുടെ കീഴിൽ ആ നാടകം 1-2 സ്ഥലങ്ങളിൽ അല്ലാതെ കളിക്കാൻ പറ്റി. ഒരുപാടധികം മത്സര വേദികളിൽ എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞാൻ ആ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അത് ഭയങ്കര ട്വിസ്റ്റാണ്. അത് ഞാൻ നാടകം ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനിങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളാണ് ഈ കലയെന്നും പറഞ്ഞിട്ട്. എനിക്ക് എവിടെയെങ്കിലും എന്നെ ഒന്ന് ലോക്ക് ചെയ്യണം, അതെനിക്ക് അവിടെയാണ് കിട്ടിയത്. കാര്യം എല്ലാം ഉണ്ട് അവിടെ. ക്രിയേറ്റീവായിട്ട് നിൽക്കുന്ന, എനിക്കൊപ്പം ക്രിയേറ്റീവായിട്ട് നിൽക്കുന്ന ഒരുപാടധികം ആൾക്കാരുണ്ട്. എൻ്റെ നാടകങ്ങൾ പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഒത്തിരിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുവരെ പഠിച്ചതൊന്നും അല്ല, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതല്ല അഭിനയം, ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതൊരു ബോധത്തിലാണ് ഞാൻ അവിടെ തിയേറ്ററിൽ അഡ്മിഷൻ എടുത്തത്. അഡ്മിഷൻ എടുക്കുമ്പോഴേ എൻ്റെ അധ്യാപകരുടെയും അവിടുത്തെ സുഹൃത്തുക്കളുടെയും വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവിടെ അഡ്മിഷൻ എടുത്ത് അവിടുത്തെ പഠനകാലം, യൂണിവേഴ്സിറ്റിയിലെ നാടക പഠനകാലം ആരംഭിച്ചു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ എത്തുമ്പോഴാണ് കോളേജിൽ അങ്കമാലി ഡയറീസ് എന്ന എൻ്റെ ആദ്യ സിനിമയുടെ ഓഡീഷൻ വരുന്നത്. അങ്ങനെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. ഓഡീഷനിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തിയത്. അറിയാലോ. അതെ. ലൈക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അന്ന് അങ്കമാലി ഡയറീസ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം എങ്ങനെയാവും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഞാൻ നാടകം തന്നെയായിരിക്കും. നാടക അധ്യാപകനോ അല്ലെങ്കിൽ നാടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നാടക പ്രവർത്തകനായിരിക്കും. എഴുത്തുകാരനോ നാടക പ്രവർത്തകനായിട്ടൊക്കെ മാറും. അത്രേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം സീസൺ 7 ഞങ്ങൾ എല്ലാവരും ചേട്ടനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാണാൻ പറ്റട്ടെ, കപ്പടിച്ച് തന്നെ വരണം. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പ്രേക്ഷകരോടും അല്ലെങ്കിൽ നിങ്ങളോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാൻ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. എൻ്റെ ഓരോ സിനിമയുടെ പ്രൊമോഷനൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. എൻ്റെ കരിയർ ഗ്രോത്ത് എങ്ങനെയാണെന്നും എൻ്റെ എവിടെയൊക്കെ ഞാൻ വീണിട്ടുണ്ടെന്നും എവിടെയൊക്കെ ഞാൻ ഉയർന്നിട്ടുണ്ടെന്നും എല്ലാവർക്കും അറിയാം. അങ്ങനെ വലിയ വിവാദങ്ങളിലൊന്നും ഞാൻ മനഃപൂർവ്വമായിട്ട് പെട്ടിട്ടൊന്നുമില്ല, അതിനാഗ്രഹിക്കുന്നുമില്ല. ഞാൻ എങ്ങനെ വന്നോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പം ഒരു പുതിയൊരു മേഖലയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു സ്റ്റൈലിൽ അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ പുതിയൊരു പരിപാടിയിലേക്ക് എന്നെ അവർ കാണുകയാണെങ്കിൽ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യസന്ധമായ കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വീട്ടിലുള്ള ഒരു അനുജനെ പോലെ കണ്ട്, ഒരു മകനെ പോലെ കണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. ഇത്രേ എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളൂ. പിന്നെ ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. അത് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മാത്രമല്ല, ഷോയിൽ പോയില്ല എന്നുള്ളതല്ല, ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഒത്തിരി വലിയ കമ്മിറ്റ്മെൻറ്റുകൾ എനിക്കുണ്ട്. അതൊക്കെ ചെയ്ത് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം. എന്തായാലും അതുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടം വരെയെങ്കിലും എത്താൻ സാധിച്ചത്. അപ്പോൾ തിരിച്ചും ഉറപ്പായിട്ടും എൻ്റെ ഹൃദയത്തിൽ എല്ലാവരോടും സ്നേഹവും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്.